അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസിന ബിറളില്ലാഹി മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തെ ആദ്യത്തെ ഞായറാഴ്ചയാണ് നമ്മളിലേക്ക് നാളെ കടന്നു വരുന്നത്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 11,000-ൽ പരം വരുന്ന മദ്രസകൾ കേരളത്തിനകത്തും പുറത്തുമായി നാളെ പ്രാർത്ഥനാ ദിനം ആചരിക്കുകയാണ്. എന്താണ് പ്രാർത്ഥനാ ദിനം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? നമുക്കൊക്കെ അറിയാവുന്നതുപോലെ മഹാനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഓർമ്മകൾ അയവിറക്കപ്പെടുന്ന പരിശുദ്ധമായ മാസമാണ് റബീഉൽ ആഖിർ മാസം. അവരെപ്പോലെ അവരുടെ അനുധാവനം ചെയ്ത് ജീവിച്ചു പോയ നമ്മുടെ പൂർവ്വ നേതാക്കളായ മഹാന്മാരായ ശംസുൽ ഉലമ, കണ്ണിയത്ത് ഉസ്താദ്, അത്തിപ്പറ്റ ഉസ്താദ്, ബാപ്പു മുസ്ലിയാർ അടക്കമുള്ള നിരവധി പണ്ഡിത ശ്രേഷ്ഠന്മാർ നമുക്ക് മുമ്പേ നടന്നു നീങ്ങിയിട്ടുണ്ട്. അവരുടെയൊക്കെ മരണവും വഫാത്തും അനുസ്മരണവുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ദിവസങ്ങളാണ് നമ്മളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ആദ്യത്തെ ഞായറാഴ്ച പ്രാർത്ഥനാ ദിനമായി ആചരിക്കുവാൻ നമ്മുടെ നേതാക്കൾ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് കേരളീയ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് സാംസ്കാരികമായി ലോകത്തിന് മുഴുവനും മാതൃകയാകുന്ന രൂപത്തിൽ മുസ്ലിം കൈരളിയെ കെട്ടിപ്പടുക്കുന്നതിൽ നിസ്തൂലമായ പങ്കുവഹിച്ച നിഷേധിക്കാൻ കഴിയാത്ത സംഘശക്തിയാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ. അതിൻ്റെ നേതാക്കൾ, അതിൻ്റെ കീഴ്ഘടകങ്ങളുടെ നേതാക്കൾ, അവരെല്ലാം ആത്മീയ വഴിയിൽ പൂർവ്വ മഹാന്മാരുടെ ഒക്കെ ത്വരീഖത്തിൻ്റെ മാർഗം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുകയും അവരുടെ ആ മാർഗങ്ങളെ സമൂഹത്തിന് പകർന്നു കൊടുക്കുകയും ആത്മീയ വഴിയിൽ അവരെ നടത്തുകയും ചെയ്യുക വഴി അവർക്ക് വലിയ ഉന്നതമായ പദവി കരസ്ഥമാക്കാൻ കഴിഞ്ഞ മഹാത്മാരായ മഹത്തുക്കളാണ്. അവർ ലോകത്തോട് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ ഉൾക്കൊള്ളുന്ന സംഘശക്തിയും ഞങ്ങളുടെ ആദർശവും അതാണ് സത്യമെന്ന് ലോകത്തിന് മുഴുവൻ ബോധ്യപ്പെടുത്തിയിട്ടാണ് മരണപ്പെട്ടു പോയത്. അവരോട് നമുക്ക് നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് മദ്രസകളിൽ കുഞ്ഞുമക്കളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അവരുടെ ആമീൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ഫാത്തിയെങ്കിലും മോദി അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുവാൻ ഈ സുദിനത്തെ നാം കണ്ടെത്തിയിട്ടുള്ളത്. സഹോദരങ്ങൾ, അത് മാത്രമല്ല, നോക്കൂ നിങ്ങൾ, നമ്മുടെ മഹല്ലും പള്ളിയും മദ്രസയും ഒക്കെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നമുക്ക് മുമ്പേ നടന്നു നീങ്ങിയ നമ്മുടെ പ്രപിതാക്കന്മാർ, നമ്മുടെ ഉമ്മമാർ, അവരിന്ന് 6 അടി മണ്ണിലാണുള്ളത്. അവരെ നമ്മൾ ഓർക്കാറുണ്ടോ? നമ്മുടെ കുഞ്ഞുമക്കൾ മദ്രസയിൽ പഠിക്കുമ്പോൾ ആ മക്കളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാനൊരവസരം ഇതാ വന്നിരിക്കുകയാണ്. ആ മക്കൾ കൊണ്ടുവരുന്ന ചീനടിയുടെ മുമ്പിൽ, അവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അവിടെ ആമീൻ പ്രതീക്ഷിച്ചുകൊണ്ടൊരു ഫാത്തിഹ ഓതി അവർക്ക് ദുആ ചെയ്യാൻ കഴിയുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഈ സന്ദർഭമെന്ന് മനസ്സിലാക്കി എല്ലാ രക്ഷിതാക്കളും അതിനോട് സഹകരിക്കുകയും ഇൻഷാ അല്ലാഹ് നാളത്തെ പ്രാർത്ഥനാ സദസ്സിൽ പങ്കെടുക്കുകയും ചെയ്യുക. നാഥനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബ് സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.